എല്ലാവർക്കും മീത്തൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ലേണേഴ്സ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. MBD ലീഡ്സ് എന്ന ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിനുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമിന് മെയിനായിട്ടും MBD ലീഡ്സ് ആപ്പിലെ ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. ഇതിലെ ക്വസ്റ്റ്യൻസിന് പുറത്തുനിന്ന് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. സാധാരണയായിട്ട് ഈ ക്വസ്റ്റ്യൻസ് പഠിക്കുന്ന എല്ലാവർക്കും ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാവാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും MBD ലീഡ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. മറ്റൊരു ആപ്പിനേക്കാളും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് MBD ലീഡ്സ് ആപ്പിൽ നിന്ന് തന്നെയാണ്. ഇതിൽ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡിസ്കഷനിലോട്ട് പോകാം. ഇതുവരെ ലെവൽ 8 വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ലേണേഴ്സ് ചോദ്യാവലിയിലെ 9ാമത്തെ ലെവലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെവൽ 9 ഓപ്പൺ ചെയ്യുക. ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യാത്രയ്ക്ക് മുൻപ് പരിശോധിക്കേണ്ട കാര്യങ്ങൾ. ഓപ്ഷൻ എ ഇന്ധനം, എൻജിൻ ഓയിൽ, ബ്രേക്ക് ഫ്ലൂയിഡ്, കൂളൻ്റ് ലെവൽ. ഓപ്ഷൻ ബി ടയറിൻ്റെ അവസ്ഥ, സ്പെയർ വീൽ, ആവശ്യമായ ഉപകരണങ്ങൾ. ഓപ്ഷൻ സി ബ്രേക്കുകളുടെ അവസ്ഥ, എല്ലാ ഡ്രൈവ് ബെൽറ്റുകളുടെയും ടെൻഷൻ. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റിവേഴ്സ് ഡ്രൈവിംഗ് അനുവദനീയമായത് എപ്പോൾ? ഓപ്ഷൻ എ എതിർദിശയിലേക്ക് തിരിക്കുന്നതിന് ആവശ്യമായ കുറഞ്ഞ ദൂരം. ഓപ്ഷൻ ബി രാത്രി ഡ്രൈവിംഗ് സമയത്ത്. ഓപ്ഷൻ സി ഗാർഡ് റോഡിലൂടെ ഓടിക്കുമ്പോൾ. ഓപ്ഷൻ ഡി വൺ വേ റോഡിൽ മാത്രം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, എതിർദിശയിലേക്ക് തിരിക്കുന്നതിന് ആവശ്യമായ കുറഞ്ഞ ദൂരം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, രാത്രി പാർക്കിംഗ് സമയത്ത് പാലിക്കേണ്ട മുൻകരുതലുകൾ എന്താണ്? ഓപ്ഷൻ എ സർവീസ് റോഡിൽ പാർക്ക് ചെയ്യുക, പാർക്ക് ലൈറ്റും ഹാൻഡ് ബ്രേക്കും ഉപയോഗിക്കുക. ഓപ്ഷൻ ബി ക്യാരേജ് വേയുടെ പുറത്ത് പാർക്ക് ചെയ്യുക, പാർക്ക് ലൈറ്റും ഹാൻഡ് ബ്രേക്കും ഉപയോഗിക്കുക. ഓപ്ഷൻ സി വാഹനത്തിൻ്റെ പിറകിലായി വാർണിംഗ് ഡ്രിങ്ക് ലൈറ്റ് സ്ഥാപിക്കുക. ഓപ്ഷൻ ഡി ട്രാഫിക്കിൽ നിന്ന് അകന്ന് കാൽനട പാതയിൽ വാഹനം പാർക്ക് ചെയ്യുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്യാരേജ് വേയുടെ പുറത്ത് പാർക്ക് ചെയ്യുക, പാർക്ക് ലൈറ്റും ഹാൻഡ് ബ്രേക്കും ഉപയോഗിക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വാഹനം മറികടക്കാൻ പാടില്ലാത്ത സാഹചര്യം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ മുന്നോട്ടുള്ള വഴി കാണാത്തപ്പോൾ. ഓപ്ഷൻ ബി വളവുകളിൽ. ഓപ്ഷൻ സി ജംഗ്ഷനുകളിൽ. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, നനഞ്ഞതോ പഴുക്കലോ ഉള്ള റോഡിലൂടെ ഓടിക്കുമ്പോൾ. ഓപ്ഷൻ എ ടയർ മർദ്ദം കുറയ്ക്കണം. ഓപ്ഷൻ ബി പെട്ടെന്നുള്ള ബ്രേക്കിങ്ങും ആക്സിലറേഷനും ഒഴിവാക്കുക. ഓപ്ഷൻ സി വാഹനം ഉയർന്ന വേഗതയിൽ വേണം ഓടിക്കാൻ. ഓപ്ഷൻ ഡി നേരെയുള്ള ഡ്രൈവിംഗ് ഒഴിവാക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, പെട്ടെന്നുള്ള ബ്രേക്കിങ്ങും ആക്സിലറേഷനും ഒഴിവാക്കുക. ആറാമത്തെ ക്വസ്റ്റ്യൻ, മോട്ടോർ സൈക്കിളോ ഓട്ടോറിക്ഷയോ ഓടിക്കുമ്പോൾ ഹാൻഡ് സിഗ്നലുകൾ ഡാഷ് ഉപയോഗിച്ച് കാണിക്കണം. ഓപ്ഷൻ എ രണ്ട് കൈകളും. ഓപ്ഷൻ ബി വലത് കൈ മാത്രം. ഓപ്ഷൻ സി ഇടത് കൈ മാത്രം. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, വലത് കൈ മാത്രം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വാഹനം പാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്. ഓപ്ഷൻ എ വാഹനം ഗ്യാരേജ് വേയിൽ പാർക്ക് ചെയ്തതിന് ശേഷം പാർക്ക് ബ്രേക്ക് ഉപയോഗിക്കുക. ഓപ്ഷൻ ബി കർബിന് സമാന്തരമായി വാഹനം പാർക്ക് ചെയ്യുക. ഓപ്ഷൻ സി മറ്റ് റോഡ് ഉപയോക്താക്കൾക്ക് തടസ്സം ഉണ്ടാകാത്ത വിധം. ഓപ്ഷൻ ഡി പാർക്കിംഗ് ബ്രേക്ക് ഉപയോഗിച്ച് സർവീസ് റോഡിൽ പാർക്ക് ചെയ്യുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മറ്റ് റോഡ് ഉപഭോക്താക്കൾക്ക് തടസ്സം ഉണ്ടാക്കാത്ത വിധം.
8ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞതാണെങ്കിൽ ഓപ്ഷൻ എ തേർഡ് പാർട്ടിക്ക് എന്തെങ്കിലും അപകടമോ നഷ്ടമോ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധയോടെ വാഹനം ഓടിക്കണം. ഓപ്ഷൻ ബി വാഹനം പൊതുനിരത്തിൽ ഓടിക്കാൻ പാടില്ല. ഓപ്ഷൻ സി ഡ്രൈവർക്ക് സാധുവായ വ്യക്തിഗത ലൈഫ് ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യാം. ഓപ്ഷൻ ഡി എല്ലാ യാത്രക്കാരും സമ്മതം നൽകിയാൽ ഡ്രൈവ് ചെയ്യാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, വാഹനം പൊതുനിരത്തിൽ ഓടിക്കാൻ പാടില്ല. 9ാമത്തെ ക്വസ്റ്റ്യൻ, വാഹനാപകടത്തിൽപ്പെട്ട ഒരാൾക്ക് നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കുന്നത് ആരുടെ മുന്നിലാണ്? ഓപ്ഷൻ എ RTO, ഓപ്ഷൻ ബി പോലീസ് സ്റ്റേഷൻ, ഓപ്ഷൻ സി ഡ്രൈവർ അല്ലെങ്കിൽ ഉടമ, ഓപ്ഷൻ ഡി മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിംസ് ട്രിബ്യൂണൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിംസ് ട്രിബ്യൂണൽ. 10ാമത്തെ ക്വസ്റ്റ്യൻ, മോട്ടോർ സൈക്കിൾ നിർത്തുന്നത് എങ്ങനെ? ഓപ്ഷൻ എ പിൻ ബ്രേക്കുകൾ പ്രയോഗിക്കുക, വേഗത കുറഞ്ഞതിന് ശേഷം ഫ്രണ്ട് ബ്രേക്ക് പ്രയോഗിക്കുക. ഓപ്ഷൻ ബി മുന്നിലും പിന്നിലും ഒരേ സമയം ബ്രേക്കുകൾ പ്രയോഗിക്കുക. ഓപ്ഷൻ സി പിൻ ബ്രേക്ക് മാത്രം പ്രയോഗിക്കുക. ഓപ്ഷൻ ഡി ഫ്രണ്ട് ബ്രേക്ക് മാത്രം പ്രയോഗിക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, മുന്നിലും പിന്നിലും ഒരേ സമയം ബ്രേക്കുകൾ പ്രയോഗിക്കുക. 11ാമത്തെ ക്വസ്റ്റ്യൻ, തേയ്മാനം സംഭവിച്ച ടയറുകൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നത് അപകടകരമാണ്, കാരണം? ഓപ്ഷൻ എ വാഹനം വേഗത്തിൽ സ്പീഡ് എടുക്കുന്നു. ഓപ്ഷൻ ബി ഇതിന് റോഡ് ഗ്രിപ്പ് കുറവാണ്. ഓപ്ഷൻ സി ഉയർന്ന ഇന്ധന ഉപഭോഗം. ഓപ്ഷൻ ഡി ഉയർന്ന വാഹന വൈബ്രേഷൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇതിന് റോഡ് ഗ്രിപ്പ് കുറവാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഗാർഡ് റോഡുകളിൽ ഇറക്കമിറങ്ങുന്ന ഡ്രൈവർ. ഓപ്ഷൻ എ എതിർവാഹനം പ്രവേശിക്കുന്നതിന് മുമ്പ് വേഗത്തിൽ ഓടിക്കുക. ഓപ്ഷൻ ബി ഹെഡ്ലൈറ്റുകൾ ഓണാക്കുക. ഓപ്ഷൻ സി ഇറക്കമിറങ്ങുന്ന വാഹനത്തിന് മുൻഗണന നൽകുക. ഓപ്ഷൻ ഡി കയറ്റം കയറുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, കയറ്റം കയറുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക. 13ാമത്തെ ക്വസ്റ്റ്യൻ, ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ചക്രങ്ങൾ ലോക്ക് ചെയ്യുന്നതിൽ നിന്ന് തടയുന്നു. ഇത് ടയറുകൾ ഡാഷ് ആകുന്നത് ഒഴിവാക്കുന്നു. ഓപ്ഷൻ എ പഞ്ചർ, ഓപ്ഷൻ ബി സ്കിഡ്, ഓപ്ഷൻ സി തേയ്മാനം, ഓപ്ഷൻ ഡി കുറഞ്ഞ ടയർ മർദ്ദം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്കിഡ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, റിയർ വ്യൂ മിറർ കോൺവെക്സ് ആയിരിക്കുന്നത് എന്തിന്? ഓപ്ഷൻ എ വിശാലമായ കാഴ്ചാമേഖല നൽകുന്നു. ഓപ്ഷൻ ബി ബ്ലൈൻഡ് സ്പോട്ട് പൂർണ്ണമായും ഒഴിവാക്കാൻ. ഓപ്ഷൻ സി പിന്തുടരുന്ന വാഹനത്തിൻ്റെ വേഗത നിർണ്ണയിക്കാൻ. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, വിശാലമായ കാഴ്ചാമേഖല നൽകുക. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു മോട്ടോർ വാഹനത്തിൽ മൾട്ടി ടോൺ ഹോണുകൾ ഘടിപ്പിക്കുന്നത്. ഓപ്ഷൻ എ അടിയന്തര ആവശ്യങ്ങൾക്ക് മാത്രം അനുവദിച്ചിരിക്കുന്നു. ഓപ്ഷൻ ബി അന്തർ സംസ്ഥാന ബസ്സുകൾക്ക് മാത്രമേ അനുമതിയുള്ളൂ. ഓപ്ഷൻ സി എല്ലാ വാഹനങ്ങൾക്കും അനുവദനീയമാണ്. ഓപ്ഷൻ ഡി ശബ്ദമലിനീകരണത്തിന് കാരണമാകുന്നതിനാൽ നിയമപ്രകാരം കുറ്റകരമാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ശബ്ദമലിനീകരണത്തിന് കാരണമാകുന്നതിനാൽ നിയമപ്രകാരം കുറ്റകരമാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, വാഹനങ്ങളുടെ സ്കിഡിങ്ങിൻ്റെ പൊതുവായ കാരണം എന്താണ്? ഓപ്ഷൻ എ ടയറുകളുടെയും റോഡിൻ്റെയും മോശം അവസ്ഥ. ഓപ്ഷൻ ബി ഡ്രൈവറുടെ തെറ്റ്. ഓപ്ഷൻ സി പെട്ടെന്നുള്ള ബ്രേക്കിംഗ്. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. 17ാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് ബ്ലൈൻഡ് സ്പോട്ട്? ഓപ്ഷൻ എ റിയർ വ്യൂ മിററുകളിൽ കാണാത്ത പ്രദേശം. ഓപ്ഷൻ ബി ഹെഡ്ലൈറ്റുകളാൽ കാണപ്പെടാത്ത ഒരു പ്രദേശം. ഓപ്ഷൻ സി വാഹനത്തിനുള്ളിലെ റിയർ വ്യൂ മിറർ കൊണ്ട് കാണപ്പെടാത്ത ഒരു പ്രദേശം. ഓപ്ഷൻ ഡി അപകട നിരക്ക് കൂടുതലുള്ള പ്രദേശം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, റിയർ വ്യൂ മിററുകളിൽ കാണാത്ത പ്രദേശം. 18ാമത്തെ ക്വസ്റ്റ്യൻ, അപകടകരമായ ഡ്രൈവിംഗ് എന്നാൽ? ഓപ്ഷൻ എ റെഡ് ലൈറ്റ് മുറിച്ച് കടക്കുന്നത്. ഓപ്ഷൻ ബി മോട്ടോർ വാഹന നിയമ വകുപ്പ് പ്രകാരം ശിക്ഷാർഹമാണ്. ഓപ്ഷൻ സി സ്റ്റോപ്പ് സൈൻസ് ലംഘിക്കുന്നത്. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. 19ാമത്തെ ക്വസ്റ്റ്യൻ, മദ്യപാനം നിങ്ങളുടെ ഡ്രൈവിങ്ങിനെ എങ്ങനെ ബാധിക്കുന്നു? ഓപ്ഷൻ എ അത് ശ്രദ്ധ കൂട്ടുന്നു.
ഓപ്ഷൻ ബി അത് ഏകാഗ്രതയും ശ്രദ്ധയും കുറയ്ക്കുന്നു. ഓപ്ഷൻ സി അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഓപ്ഷൻ ഡി അത് ഏകാഗ്രത കൂട്ടുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അത് ഏകാഗ്രതയും ശ്രദ്ധയും കുറയ്ക്കുന്നു. 20ാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങളൊരു വലിയ വാഹനത്തിന് പുറകെയാണ് വാഹനം ഓടിക്കുന്നത്. നിങ്ങളുടെ മുന്നോട്ടുള്ള കാഴ്ച എങ്ങനെ മെച്ചപ്പെടുത്താം? ഓപ്ഷൻ എ കഴിയുന്നതും വേഗം മറികടക്കുക. ഓപ്ഷൻ ബി ഇടത്തോട്ട് നീക്കുക. ഓപ്ഷൻ സി കൂടുതൽ പുറകോട്ട് നീങ്ങുക. ഓപ്ഷൻ ഡി നിങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, കൂടുതൽ പുറകോട്ട് നിൽക്കുക. ലെവൽ 9 നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്ത ലെവൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.